കൊച്ചിയിൽ പോലീസ് സ്റ്റേഷനിലെത്തിയ ഗർഭിണിയുടെ മുഖത്തടിച്ച സിഐക്ക് സസ്പെൻഷൻ. പൊതുസ്ഥലത്തെ പോലീസ് മർദ്ദനം ചിത്രീകരിച്ചതിന് കസ്റ്റഡിയിലെടുത്ത യുവാവിനെ തിരക്കി എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലെത്തിയ കൊച്ചി സ്വദേശി ഷൈമോൾക്കാണ് 2024 സിഐ പ്രതാപചന്ദ്രന്റെ മർദ്ദനമേറ്റത്. 1 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് പരാതിക്കാരിക്ക് CCTV ദൃശ്യങ്ങൾ ലഭിച്ചത്. വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ മുഖ്യമന്ത്രി DGPയോട് റിപ്പോർട്ട് തേടിയതിന് പിന്നാലെയാണ് SHO പ്രതാപചന്ദ്രനെ സസ്പെൻഡ് ചെയ്തത്. നിലവിൽ ആലപ്പുഴ അരൂർ പോലീസ് സ്റ്റേഷൻ SHO ആണ് പ്രതാപചന്ദ്രൻ. ദക്ഷിണ മേഖല IG-യാണ് സസ്പെൻഷൻ ഉത്തരവിറക്കിയത്. 1 കൊല്ലത്തെ പോരാട്ടത്തിനൊടുവിൽ ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് ഈ CCTV ദൃശ്യങ്ങൾ പരാതിക്കാരിക്ക് പോലീസ് കൈമാറിയത്. 2024 ജൂൺ 20-നാണ് എറണാകുളം സ്വദേശി ഷൈമോൾക്ക് ഗർഭിണിയായിരിക്കെ നോർത്ത് പോലീസിന്റെ അടിയേറ്റത്. 2 പേരെ മഫ്തിയിൽ പോലീസ് മർദ്ദിക്കുന്നത് കണ്ട് ഷൈമോളുടെ ഭർത്താവ് മൊബൈൽ ഫോണിൽ വീഡിയോ എടുത്തിരുന്നു. ഇത് ചോദ്യം ചെയ്ത് പോലീസ് ഭർത്താവിനെ ജീപ്പിൽ കയറ്റിക്കൊണ്ടുപോയി. 2 കൈക്കുഞ്ഞുങ്ങളുമായി നോർത്ത് പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ ഭർത്താവിനെ പോലീസ് മർദ്ദിക്കുകയായിരുന്നുവെന്നും ഇത് തടയാൻ ശ്രമിച്ചതിനാണ് തന്നെ CI പ്രതാപചന്ദ്രൻ മർദ്ദിച്ചതെന്നും ഷൈമോൾ പറയുന്നു. അപ്പോൾ ഞാൻ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞ് ഉറക്കെ നിലവിളിച്ചു. അപ്പോൾ എന്നെ നെഞ്ചത്ത് പിടിച്ചൊരു തള്ളി. അപ്പോൾ അതിനുശേഷം എൻ്റെ മുഖത്ത് ആഞ്ഞടിക്കുന്നുണ്ട്. പരാതി നൽകിയപ്പോൾ യുവതി SHOയെ മർദ്ദിച്ചുവെന്നാണ് പോലീസ് കഥ മെനഞ്ഞത്. പോലീസ് യുവതിയുടെ നെഞ്ചിൽ പിടിച്ചു തള്ളുന്നതും മുഖത്തടിക്കുന്നതും വീഡിയോ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. വനിതാ പോലീസുകാർ മുടിയിൽ പിടിച്ചു വലിക്കുന്നതും മർദ്ദിക്കുന്നതും വീഡിയോയിലുണ്ട്. എതിരെ കുറേ കള്ളക്കേസുകളിട്ടു. ഞാൻ സ്റ്റേഷൻ ആക്രമിച്ചെന്നും കുഞ്ഞുങ്ങളെ വലിച്ചെറിഞ്ഞെന്നും CI സാറിനെ ഞാൻ ഉപദ്രവിച്ചെന്നും ഡോറുകളൊക്കെ തല്ലി തകർന്നു ഒരുപാട് കള്ളക്കേസുകളൊക്കെ എനിക്ക് ഇട്ടു. ഇത് എത്രയോ ഒരുപാട് മാനസികാവസ്ഥയിലൂടെ കടന്നു പോയത്. 1 വർഷത്തിലേറെയായി നീതി തേടി നിയമ പോരാട്ടത്തിലായിരുന്നു ഷൈമോളും കുടുംബവും. ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് ഇതിന്റെ CCTV ദൃശ്യങ്ങൾ പരാതിക്കാരിക്ക് പോലീസ് കൈമാറിയത്. ന്യൂസ് മലയാളം, കൊച്ചി.